IPL തുടങ്ങാൻ മാസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ ഇനി മുൻപിലുള്ളത് ഇടയ്ക്കുള്ള ലേലം മാത്രമാണ്. ആ ലേലത്തിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഏതൊക്കെ താരങ്ങൾ അല്ലെങ്കിൽ എങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്, ആരൊക്കെ പോകാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ ടീം ആരെയൊക്കെ റാഞ്ചാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തീർപ്പ് വരുന്നത് ഈ നടക്കുന്ന ഈ ഓപ്ഷൻ തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ആലോചിക്കുന്നതും സഞ്ജുവിനെ കുറിച്ച് തന്നെയാണ് എന്ന് പറയാം. സഞ്ജുവിന് രാജസ്ഥാൻ വിടണമെന്ന് അദ്ദേഹം തന്നെ എല്ലാവരെയും അറിയിച്ചു. ഇനി എങ്ങോട്ട് പോകും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. രാജസ്ഥാൻ വിടുമോ എന്നുള്ള കാര്യമായിരുന്നു ഇത്രയും നാളും ചർച്ച ചെയ്തതെങ്കിലും കഴിഞ്ഞ 2 മാസമായി തന്നെ പ്രേക്ഷകരെല്ലാവരും നോക്കുന്നത് സഞ്ജു ഏത് ടീമിലേക്ക് പോകും എന്ന് തന്നെയാണ്. രാജസ്ഥാൻ വിടുമെന്നുള്ള കാര്യം ഏകദേശം തീർപ്പായി കഴിഞ്ഞു. രാജസ്ഥാനിൽ നിന്ന് മാറണമെന്ന് സഞ്ജു തന്നെയാണ് ആവശ്യപ്പെട്ടത്. തന്റെ ടീമായ കൊൽക്കത്തയിലേക്ക് പോകുമോ അതോ ധോണിക്ക് പകരക്കാരനായി ചെന്നൈ ഏറ്റെടുത്ത് രക്ഷിക്കാനായി പോകുമോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. സഞ്ജുവിനെ ചെന്നൈയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ധോണിയുടെ ദൗത്യം പൂർത്തീകരിച്ചതുപോലെ ആകും എന്നാണ് എല്ലാവരും പറയുന്നത്. ധോണിയെ പോലെ തന്നെ ആകില്ലെങ്കിലും വിക്കറ്റ് കീപ്പിംഗ് സുരക്ഷിതമായി സഞ്ജുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ധോണിക്ക് പോകാൻ സാധിക്കും എന്നുള്ള ഒരു നിലപാടിലാണ് ചെന്നൈ ആരാധകർ പോലും ചെന്നൈ സഞ്ജുവിന് വേണ്ടി വിളിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ധോണി പോകണമെന്നോ അല്ലെങ്കിൽ ധോണി മാറി നിൽക്കണമെന്നോ ഒന്നും ആഗ്രഹമില്ലാത്ത ആരാധകരാണെങ്കിലും ധോണി പോകുമെന്നൊരവസ്ഥയുണ്ടെങ്കിൽ സഞ്ജു ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം സഹായകരമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവരിലേക്ക് എത്തുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് കുറെ അധികം സൂചനകൾ മനസ്സിലാക്കി തരുന്നത് സഞ്ജു ചെന്നൈയിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നാണ്. IPL 2025 ലീഗ് ഘട്ടത്തിൽ നിന്ന് പുറത്തായതിനെ തുടർന്ന് 2ാം റൗണ്ടിലേക്ക് യോഗ്യത നേടുന്നതിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെടുകയും ഋതുരാജ് ഗെയ്ക്വാദിനെ ക്യാപ്റ്റനാക്കിക്കൊണ്ടായിരുന്ന ചെന്നൈയുടെ കഴിഞ്ഞ സീസണിലെ കളികളൊക്കെ തന്നെ വളരെയധികം മോശമായി പോവുകയും ചെയ്യുകയും ഉണ്ടായിരുന്നു. RCBയുടെ വിജയം മാത്രമായിരുന്നു കഴിഞ്ഞ വർഷത്തെ IPL കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ആവേശമായി നിൽക്കുന്നത്. RCBക്ക് ഒരു കപ്പ് എന്നത് എല്ലാവരുടെയും ആഗ്രഹം തന്നെയായിരുന്നു. ഇത്രയും വർഷമായും വിരാട് കോഹ്ലിയോടുള്ള സ്നേഹം ഇന്ത്യക്കാർക്ക് പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു അവസരം തന്നെയായിരുന്നു അവസാന സമയം RCBക്ക് കപ്പ് കൊടുക്കുക എന്നൊരു വിജയഘട്ടം. അത് ഭംഗിയായി പൂർത്തീകരിച്ചു. ഇനി ആര് തമ്മിലൊക്കെയാണ് മത്സരം എന്ന് കണ്ടു തന്നെ അറിയണം. ഇനി RCBക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ RCBക്ക് കപ്പ് ജയിക്കണോ എന്നല്ല, ഇനി ധോണിയുടെ കാര്യങ്ങളും അതുപോലെ ചെന്നൈയും മുംബൈയും തമ്മിലുള്ള മത്സരങ്ങളും ഒക്കെ ആയിരിക്കും പഴയതുപോലെ തിരിച്ചെത്തുക. അങ്ങനെ ആവേശകരമായി കാത്തിരിക്കുന്ന പ്രേക്ഷകരുടെ ഇടയിലേക്കാണ് സഞ്ജു ചെന്നൈയിലേക്ക് പോകുമോ അതോ ഇനി ഏത് ടീമിലേക്കായിരിക്കും സഞ്ജു ചേക്കേറാൻ ഉദ്ദേശിക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നത്. സഞ്ജു പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് സഞ്ജുവാണ്. അതുപോലെ സഞ്ജുവിനെ ടീമിലേക്ക് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും ടീം അംഗങ്ങൾ തന്നെയാണ്. അങ്ങനെ 2 പേർ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ 2 കൂട്ടരും തീരുമാനിച്ചാൽ മാത്രമേ ഇവിടെ ഒരു തീരുമാനം ഉണ്ടാകുകയുള്ളൂ എന്നും അങ്ങനെ തീരുമാനിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഡിസിഷനിൽ ഇതുവരെ തീരുമാനങ്ങളൊന്നും അറിയിക്കാത്തത് എന്നും പറയുന്നുണ്ട്. എന്നാൽ ഉടനെ തന്നെ ഇതിൻ്റെ ഒരു കാര്യം അറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സോഷ്യൽ മീഡിയയിലും എല്ലാവരും ഇതേ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. എല്ലാവർക്കും ഇപ്പോൾ ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായി. എല്ലാവരും സഞ്ജു ഇനി ചെന്നൈയിലേക്ക് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.